ഫാദർ, ഇന്നലെയാണ് KCBC ഇക്കാര്യത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് KCBC വളരെ കൃത്യമായ ഒരു സന്ദേശം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത്. അതായത് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വരുമ്പോൾ കേരളത്തിലെ MP-മാർ അതിനനുകൂലമായ ഒരു നിലപാടെടുക്കണം എന്നതാണ്. UDF-ന്റെ 18 MP-മാരും LDF-ന്റെ ഒരു MP-യും BJP-യുടെ ഒരു MP-യും. BJP വളരെ കൃത്യമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ തന്നെയാണ് BJP-യുടെ നിലപാട്. പക്ഷേ മറ്റ് 2 കൂട്ടരും LDF-ഉം UDF-ഉം ഇതിൽ പണ്ടേ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ ബില്ലിനെ അനുകൂലിക്കേണ്ട എന്നത് തന്നെയാണ്. ഈ ഘട്ടത്തിലും വരുന്ന വാർത്ത ആ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും അവർ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. എങ്ങനെയാണ് KCBC ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? KCBC ഇന്ത്യൻ പാർലമെൻറ്റിനെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. കേരളത്തിലെ MP-മാരോട് കൃത്യമായി ഈ ബില്ല് പഠിച്ച് ആ ബില്ലിലെ അപകടകരമായ വ്യവസ്ഥകൾ, അപകടകരമായിട്ടുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലിക്കണമെന്നാണ് വളരെ കൃത്യമായിട്ട് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വഖഫ് ഭേദഗതി ബില്ലിനെ അപ്പാടെ അംഗീകരിക്കണമെന്നല്ല KCBC പറഞ്ഞിരിക്കുന്നത്. KCBC-യുടെ പത്രക്കുറിപ്പ് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാവും. ഈ വഖഫ് ബിൽ, ഇപ്പോഴുള്ള വഖഫ് നിയമത്തിൽ ഇവിടെ നേരത്തെ സംസാരിച്ച ആൾ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള മുനമ്പത്തേതുപോലെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ, ഈ മുനമ്പം വിഷയം പോലെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുവാൻ ഇടയാകുന്ന തരത്തിലുള്ള വകുപ്പുകൾ ഇപ്പോഴത്തെ വഖഫ് നിയമത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വകുപ്പുകൾ ഭേദഗതി ചെയ്യുവാനായിട്ട് പാർലമെന്റിൽ MP-മാർ സഹകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് വഖഫ് നിയമത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ മതപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതോ ആചാരപരമായിട്ടുള്ളതോ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമങ്ങളോ വകുപ്പുകളോ ഉണ്ടെങ്കിൽ അതിലൊന്നും കൈകടത്തുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ല് വരുമ്പോൾ ആ ബില്ലിലെ ഓരോ വകുപ്പുകളും വിശദമായിട്ട് പഠിച്ച് ഈ പൊതുസമൂഹത്തിന് അപകടകരമായിട്ടുള്ള വകുപ്പുകളെ ഭേദഗതി ചെയ്യുവാനായിട്ട് അനുകൂലിക്കണമെന്നാണ് KCBC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് PM നിയാസ്, ഫാദർ തോമസ് തറയിൽ പറയുന്നത് അത് തന്നെയാണ്. ഇത് ഈ വഖഫ് ബില്ല് എന്ന് നിയമം എന്ന് പറയുന്നത് ആ നിയമത്തിന് പൂർണ്ണമായും എതിരല്ല ഇവിടുത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അതിൽ ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത വകുപ്പുകൾ അത് മാറ്റണമെന്ന് തന്നെയാണ് KCBC-യുടെ നിലപാട്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന് പറയുന്ന ആ ഒരു ആപ്തവാക്യം മാറ്റുന്നതിനാവശ്യമായ നടപടികൾ വേണം. മുനമ്പത്തിൻ്റെ കാര്യത്തിലാണ് KCBC വളരെ കൃത്യമായ ഒരു അവരുടെ ഒരു ആശങ്ക പങ്കുവെക്കുന്നത്. KCBC-യുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്, മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു വന്ന ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കാത്തവണ്ണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന അന്യായമായ അവകാശങ്ങളെ സാധൂകരിക്കുന്ന വകുപ്പുകൾ ഭേദഗതി ചെയ്യപ്പെടണമെന്നതാണ്. PM നിയാസ്, ഇതാണ് വിഷയം. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നുണ്ട് ഇത് അവിടെ വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ UDF-നെ നിയന്ത്രിക്കുന്ന സംഘടിത ശക്തി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് വളരെ കൃത്യമായി പറയുന്നുണ്ട് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണ്. അവിടെ നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ മുന്നണിയിലെ ലീഗ് പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഇതിനൊരു മാറ്റം വേണ്ടേ? നോക്കൂ, ഇവിടെ രണ്ടും രണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുനമ്പത്തെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വഖഫാണ് എന്ന്. ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണ്. വഖഫ് നിയമത്തെക്കുറിച്ച് അത്യാവശ്യം അറിവും ആ വഖഫ് കോടതിയിലും വഖഫ് ബോർഡിലും കേസ് നടത്തുന്നൊരു വക്കീലുമാണ്. വഖഫ് ആക്ടിലെ അടിസ്ഥാനപരമായ കാര്യം, വഖഫ് ഒരിക്കൽ വഖഫ് ചെയ്താൽ പിന്നീട് ഒരിക്കലും അതിൻ്റെ കണ്ടീഷൻ വെച്ചുകൊണ്ട് കണ്ടീഷണൽ ഏൽപ്പന ഒരിക്കലും വഖഫായി മാറുകയില്ല. അപ്പോൾ ഇത് കണ്ടീഷണൽ ഏൽപ്പന ആയി വന്നതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും വഖഫായി നിൽക്കില്ല എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് മുനമ്പം ഭൂമി ഒരിക്കലും വഖഫായി പറയാൻ കഴിയില്ല. വഖഫാണെങ്കിൽ വഖഫ് ഒരിക്കലും അതിൻ്റെ വഖഫ് ആർക്കാണോ ചെയ്തത് അവർക്ക് തിരിച്ച് വിൽപ്പന ചെയ്യാൻ നിയമപരമായി പറ്റാത്ത കാര്യമാണ്.
അതാണ് നമ്മൾ പറയുന്നത് വഖഫ്. നേരത്തെ പിന്നെ നമ്മുടെ എൻ്റെ സുഹൃത്ത് പത്മനാഭ വക്കീൽ പറഞ്ഞത് വഖഫ് ഒരിക്കൽ വഖഫായാൽ എല്ലാ കാലത്തും വഖഫ്. അതാണ് വഖഫിൻ്റെ നിയമം. വൺസ് വഖഫായി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് വഖഫ് ഒരിക്കൽ വഖഫായി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത് വഖഫല്ല. അതുകൊണ്ടാണ് ഫറൂഖ് കോളേജ് വഖഫായി കിട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടി അത് വിൽപ്പന നടത്താൻ പറ്റിയത് വഖഫ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തി അത് എഗ്രിമെൻ്റ് അല്ല രജിസ്റ്റർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വഖഫ് പ്രോപ്പർട്ടി ആ വഖഫ് ആർക്കാണോ കിട്ടിയത് അല്ലെങ്കിൽ വഖഫ് ആരാണോ ഉണ്ടാക്കിയത് അവർക്ക് അല്ലെങ്കിൽ കിട്ടിയ ആൾക്ക് അല്ലെങ്കിൽ വഖഫ് പ്രോപ്പർട്ടി ഒരിക്കലും പിന്നീട് വിൽക്കാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമായ വഖഫിൻ്റെ അടിസ്ഥാന ശിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എൻ്റെ ഫാദർ ഇവിടെ തോമസ് ഫാദർ സംസാരിച്ചതുപോലെ ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. അത് ഏത് കോടതിയിൽ എപ്പോൾ പോയാലും എങ്ങനെ പോയാലും നിലവിലുള്ള നിയമത്തിൽ തന്നെ അത് വഖഫായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ കോൺഗ്രസ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു തീർപ്പ് ഇക്കാര്യത്തിൽ വന്നല്ലോ. ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമനുസരിച്ച് ട്രൈബ്യൂണലിന് മാത്രമേ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് മുനമ്പം വഖഫ് വിഷയമല്ല. അങ്ങനെ വഖഫാണെന്ന് നിരന്തരം അവകാശവാദം ഉന്നയിക്കുന്ന മുസ്ലിം ലീഗിനോട് മുനമ്പം ജനതയ്ക്ക് വേണ്ടി അത് തിരുത്താൻ പോലും നിങ്ങൾക്ക് തയ്യാറല്ല. ഫാദറിന് എന്തോ ഈ ഒരു വിഷയത്തിൽ പറയാനുണ്ട്. അതുകൂടി കേട്ട ശേഷം അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് പോകാം. മറുപടി പറയാനുണ്ട് പ്ലീസ്. അഭിനന്ദനായ ഫാദർ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു മിനിറ്റ്. ഫാദർ പറയൂ, എന്താണ് അങ്ങയുടെ കൺസേൺ? ഇപ്പോൾ അവിടെ സൂചിപ്പിക്കപ്പെട്ട ആ വിഷയം തന്നെയാണ്. അതായത് വഖഫ് നിയമത്തിലുള്ള ഒരു വകുപ്പ്, അന്യായമെന്ന് നമ്മൾ പറയുന്ന ഒരു വകുപ്പ് അതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും ഇവിടെ നിലനിൽക്കുന്ന നീതി വ്യവസ്ഥയ്ക്കും വിരുദ്ധമായ രീതിയിൽ ഒരു ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും, അത് മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അന്യായമായ ഒരു വകുപ്പാണ്. ആ വകുപ്പ് ഭേദഗതി ചെയ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് തിരഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അത് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. യെസ്.